അംബേദ്കറിനെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ ആർക്കിടെക്ട് എന്നറിയാം. അംബേദ്കറിന് ഒരു സോഷ്യൽ റിഫോമർ അല്ലെങ്കിൽ ഒരു ദളിത് ചാമ്പ്യൻ എന്നറിയാം. പക്ഷെ അംബേദ്കർ ഹാഡ് ആൻ അനദർ ഫേസ്. അയാളാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ ആക്ടിവിസ്റ്റ്. മെറ്റേണിറ്റി ലീവ് 14 മണിക്കൂറിൽ നിന്ന് 9 മണിക്കൂറായിട്ട് ജോലി സമയം കുറച്ചത്, സമരം ചെയ്യാനുള്ള അവകാശം ഉണ്ടാക്കിയെടുത്തത്, ഫാക്ടറികളിൽ യൂണിയൻ ഉണ്ടാക്കാനുള്ള അവകാശം ഉണ്ടാക്കിയെടുത്തത്, ESI, PF, എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്, പെൻഷൻ, പ്രസവാവധി, അത് ആനുകൂല്യങ്ങളോട് കൂടിയ പ്രസവാവധി, സേഫ്റ്റി ഗിയർ, ഷൂ, തൊപ്പി, ഗ്ലൗസ്, ബൂട്ട്, ഇങ്ങനെയുള്ള ഒരു 18ഓളം റിഫോംസ് 1942-46 ബ്രിട്ടീഷ് സർക്കാരിന്റെ കൂട്ടത്തിൽ, വൈസ്രോയുടെ കൂട്ടത്തിൽ ലേബർ മെമ്പർ ആയിരുന്ന സമയത്തും, പിന്നീട് 50കളിൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ ലോ മിനിസ്റ്റർ ആയിരുന്ന സമയത്തും അദ്ദേഹം കൊണ്ടുവന്നതാണ്. ഇത് ആർക്കെങ്കിലും അറിയാവോ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, ഇന്ത്യയിൽ ആദ്യത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഐഡിയ മൂട്ട് ചെയ്തതും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സ്ഥാപിച്ചതും അദ്ദേഹത്തിന്റെ നിയമം പാസ്സാക്കിയത്. ഇതാരെങ്കിലും സംസാരിക്കുന്നത്? പീപ്പിൾ ഓൾവേസ് ടോക്ക് അബൌട്ട് അംബേദ്കർ മനുസ്മൃതി കത്തിച്ചു. അതിലങ്ങ് തർക്കമാണ്. ആ മനുസ്മൃതി കത്തിച്ചതിനും കഥയുണ്ട്. നിങ്ങളെല്ലാവരും ആ ചർച്ച കണ്ടു കാണുമായിരിക്കില്ല. മറ്റേ മനോരമയുടെ ബുക്ക് ഫെസ്റ്റിവലിൽ നടന്ന ഒരു ചർച്ചയ്ക്കകത്ത് മനുസ്മൃതി കത്തിച്ചത്, ഞാൻ പേര് പറയാം, ശ്രീജിത്ത് പണിക്കർ ചോദിച്ചു, എന്തുകൊണ്ടാണ് അംബേദ്കർ ഖുറാൻ കത്തിക്കാത്തത്, ബൈബിൾ കത്തിക്കാത്തത്, എന്തുകൊണ്ടാണ് മനുസ്മൃതി കത്തിച്ചത്? സോ ഹി വാസ് അഗെയിൻസ്റ്റ് ഹിന്ദുയിസം എന്ന പുള്ളിയുടെ തിയറി. അത് അന്ന് പാനലിലുണ്ടായിരുന്ന സണ്ണി എം കവിക്കാടും ശ്യാംകുമാറിനും അതിന് മറുപടി കൃത്യമായിട്ട് കൊടുത്തില്ല. അതിനൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ആ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിരുന്നെങ്കിൽ അതിനുള്ള മറുപടി ആയിരുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോവാം. 1927 ഒരു കുളം ഉണ്ടായിരുന്നു ബോംബെയിൽ, പൊതുപണത്തിലെടുത്ത് പണിത കുളം. ആ കുളത്തിൽ നിന്ന് ദളിതര് വെള്ളമെടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അതിനെതിരെ സമരം നടത്തി. ആ സമരത്തിന് ഇടയ്ക്ക് കോടതി വിധി ഉണ്ടായി. വീണ്ടും സമരം നടത്തി. രണ്ടാമത്തെ സമരത്തിൽ പുള്ളി പറഞ്ഞത് ഇത്രേ ഉള്ളൂ: പൊതുപണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ എൻ്റെ നിന്റെയൊക്കെ പണമാണ്. അത് വെച്ചിട്ട് സർക്കാർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഒരു കുളം പണിത് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഹിന്ദു നിയമപുസ്തകമായ മനുസ്മൃതി കാരണമാണ്. അതുകൊണ്ട് ഈ സാധനം കത്തിക്കണം എന്ന് പറഞ്ഞു കത്തിച്ചു. അതായിരുന്നു അതിന്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. അതല്ലാതെ പുള്ളിക്ക് ഹിന്ദുസത്തിനുള്ള എതിരൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഹിന്ദുസത്തിന് എതിരായിരുന്നു, അത് ജാതീയതയുടെ എതിരായിരുന്നു. സോ ബിക്കോസ് ദാറ്റ്സ് ദ തിങ്. ബട്ട് ഈ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അവിടെ പറഞ്ഞിരുന്നെങ്കിൽ വി കുഡ് ഹാവ് ഡിസ്പെൽഡ് ബസ്റ്റഡ് ശ്രീജിത്ത് പണിക്കേഴ്സ് നറേഷൻ. നമ്മൾ പക്ഷെ അപ്പോഴത്തേക്കും ഗുജറാത്ത്, ഫാസിസം, കുന്തം, ശൂലം, വേദം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആൻഡ് ദറ്റ് ഡിബേറ്റ് ഗോട്ട് ലോസ്റ്റ്. അപ്പം ബേസിക്കലി ബാക്ക് ടു ബേസിക്സ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അംബേദ്കർ 1924 3 വാക്ക് മുന്നോട്ട് വെച്ചായിരുന്നു. 1924 ലോങ് ബാക്ക്, 100 വർഷം മുമ്പ്, 101 വർഷം, 102 വർഷം മുമ്പ്. അതെന്ന് പറഞ്ഞാൽ ബഹിഷ്കൃതി ഹിതകാരിണി സഭ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിലായിരുന്നു അദ്ദേഹം ഈ 3 വാക്ക് മുന്നോട്ട് വെച്ചത്: എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ്. പഠിക്കുക, പോരാടുക, ഒരുമിച്ച് നിൽക്കുക. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ലിബറേഷനുള്ള സാധ്യത എന്നാണ് അദ്ദേഹം കണ്ടത്. ഈ സാധനമാണ് പിന്നെ 42-ലെ ഓൾ ഇന്ത്യ SC/ST ഫെഡറേഷന്റെ ഒരു ഇതിൽ വെച്ചിട്ട് സ്ലോഗനായിട്ട് പുള്ളി ഉറക്കെ വിളിച്ചതും ഈ ഒരു ഇതായിരുന്നു. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അന്ന് ഈ ഓൾ ഇന്ത്യ ഡിപ്രസ്ഡ് ക്ലാസ് കോൺഫറൻസിന്റെ സമയത്ത് പുള്ളി ഉപയോഗിച്ച ഒരു സെന്റൻസ് ഉണ്ട്. ഞാൻ വായിച്ച് കേൾപ്പിക്കാം, ഇംഗ്ലീഷിലാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ മലയാളം. മൈ ഫൈനൽ വേർഡ്സ് ഓഫ് അഡ്വൈസ് ടു യു ആർ, എൻ്റെ അവസാനത്തെ ഉപദേശം എന്ന് പറയുന്നത്, നിങ്ങളോടുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ, എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ്. പഠിക്കുക, പോരാടുക, ഇതുപോലെ ഓർഗനൈസ് ആവും. ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. വിത്ത് ജസ്റ്റിസ് ഓൺ അവർ സൈഡ്, നീതി നമ്മളുടെ സൈഡിലായതുകൊണ്ട്, ഐ ഡു നോട്ട് സീ ഹൗ വി ക്യാൻ ലൂസ് അവർ ബാറ്റിൽ, നമ്മൾ ഈ യുദ്ധം തോറ്റുപോകുന്നു എനിക്ക് തോന്നുന്നില്ല. ദ ബാറ്റിൽ ടു മീ ഈസ് മാറ്റർ ഓഫ് ജോയ്, ഇതെനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ബാറ്റിലാണ്. ദ ബാറ്റിൽ ഈസ് ഇൻ ദ ഫുള്ളസ്റ്റ് സെൻസ് ഓഫ് സ്പിരിച്വൽ, ഇതിൻ്റെ അകത്ത് ആത്മാവുണ്ട്, നിറഞ്ഞ ആത്മാവുണ്ട്. There is nothing material or social in it. For ours is a battle not for wealth. സമ്പത്തിന് വേണ്ടിയുള്ള ബാറ്റിൽ അല്ല, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റിൽ അല്ല. It is a battle for freedom. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റിലാണ്. It is the battle for reclamation of human personality. മാനുഷിക മൂല്യങ്ങളും ഡിഗ്നിറ്റിയും തിരിച്ചു പിടിക്കാനുള്ള ഒരു ബാറ്റിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എഴുതിയപ്പോഴും കാസ്റ്റിനെ കുറിച്ചും പുള്ളി പറഞ്ഞായിരുന്നു.
കാസ്റ്റ് ഡിവിഷൻ ഓഫ് ലേബർ ആണ് അത് ഇതെന്നൊക്കെ പറഞ്ഞാലും ഇത്തരം ബേസിക്സിലേക്ക് നമ്മൾ തിരിച്ചു പോയെങ്കിൽ മാത്രമേ യു വിൽ റിയലൈസ് ദാറ്റ് വാട്ട് വി ആർ ആൻഡ് വേർ ഡു വി സ്റ്റാൻഡ് ആൻഡ് whom do we have to shake hands with. മുരളി സാറിന്റെ അടുക്കലും കൈ കൊടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. He might have big stories to tell about his father, what he did and all. So what? നമുക്ക് അവകാശപ്പെട്ട നമ്മൾ 9.81% ഉണ്ടെന്ന് ഇവിടെ. നാളെ നമ്മൾ വോട്ട് ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പക്ഷെ ആ ടുഗദർനെസ് ഇല്ല, നമുക്ക് ആ കോയിലേഷൻ ഇല്ല, നമുക്ക് ആ ഒരു ഇതിൽ നമ്മൾ സെഗ്രിഗേറ്റഡ് ആണ്. നമ്മുടെ ഇടയിൽ തന്നെ ഹൈറാർക്കി ഉണ്ടല്ലോ. പുലയ ഡസൻ ലൈക്ക് പറയ ഡസൻ ലൈക്ക് പാണ ഡസൻ ലൈക്ക് കുറിച്ച ഡസൻ ലൈക്ക് കുറുമ. നമുക്കിടയിൽ തന്നെ സെഗ്രിഗേഷൻ ഉണ്ടല്ലോ. സോ ദാറ്റ്സ് ദ തിങ്. അല്ലെങ്കിൽ NSSന് SNDPക്ക് കിട്ടുന്ന ആ ഒരു ക്ലെയിം നമുക്ക് കിട്ടേണ്ടതല്ല. അവര് സമദൂരം പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നില്ലേ പൊളിറ്റിക്കൽ പാർട്ടീസിനെ? അവിടെ പൊളിറ്റിക്കൽ പാർട്ടീസിലെ ലീഡേഴ്സ് പോയി കാണുന്നില്ലേ? കാണാൻ വരാത്ത ലീഡേഴ്സിനെ ചീത്ത പറയുന്നില്ലേ? ബട്ട് നത്തിങ് ഈസ് ഹാപ്പനിങ് വിത്ത് അസ്. നമ്മുടെ വോട്ട് സെഗ്രിഗേറ്റഡ് ആണ്. നമ്മുടെ വോട്ടിംഗ് പവറും ഫ്രാഞ്ചൈസിയും എല്ലാം ഓരോ പാർട്ടിയുടെ കീഴിലാണ്. ബിക്കോസ് വി ഹാവ് അവർ ഓൺ ഇൻട്രസ്റ്റ്. ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ലീഡർഷിപ്പിന് ആരാണോ സീറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ കൂടത്തിൽ നിൽക്കും, അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കും. ആൻഡ് ഫൈനലി അംബേദ്കർ പറഞ്ഞ പോലെ ഏത് സീറ്റാ? മറ്റേ റിസർവ്ഡ് സീറ്റാ പറയുന്നത്. എനിക്ക് തോന്നി ഈ റിസർവ്ഡ് സീറ്റ് അല്ലാതെ നമ്മളൊരു ജനറൽ സീറ്റ് പിടിച്ചു നിർത്തുമോ? ഇപ്പൊ IM വിജയന്റെ ഇന്ന് രാവിലെ കേട്ടല്ലോ നിങ്ങൾ, പലരും വന്നിട്ട് നിൽക്കാൻ പറയുന്നുണ്ട്. ഐ എം ഡാം ഷുവർ പുള്ളിക്ക് സീറ്റ് കൊടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വിൽ ബി പ്ലേസ്ഡ് ഇൻ സം റിസർവ്ഡ് സീറ്റ്. അതല്ലാതെ ഒരു സീറ്റ് ജനറൽ സീറ്റ് കൊടുത്ത് നിർത്തുമോ? നിർത്തത്തില്ല. ഹി വിൽ ബി റിസർവ്ഡ് ഇൻ എ റിസർവ്ഡ് സീറ്റ്. അതാണ്. ആൻഡ് ഹി നോസ് ദാറ്റ് വെൽ. അതുകൊണ്ടാണ് പുള്ളി ഇത് വേണ്ടെന്നും പറയുന്നത്. അയാൾക്ക് കാരണം അതൊരു എംബറാസ്മെന്റ്. ഹി ഹാസ് ക്രോസ് ദാറ്റ് വേ. അതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ജാതി അംബേദ്കർ പറഞ്ഞ കാസ്റ്റ് ഹാസ് മേഡ് പബ്ലിക് ഒപ്പീനിയൻ ഇമ്പോസിബിൾ ആക്കിയിട്ടുണ്ട്. ജാതി എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ടല്ലോ ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ദ ലോയൽറ്റി ഹിന്ദുസ് പബ്ലിക് ഈസ് ഹിസ് കാസ്റ്റ്. അതാണ് അതിനകത്തൊരു മെയിൻ. അയാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ മറ്റൊരു സാധനം പറയും. ഈ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് അത് അങ്ങ് വായിച്ചു പോകാം. ഡെമോക്രസി ഈസ് നോട്ട് മിയർലി എ ഫോം ഓഫ് ഗവൺമെന്റ്. ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു സർക്കാരിന്റെ രൂപീകരണം മാത്രമല്ല. ഇറ്റ് ഈസ് പ്രൈമർലി എ മോഡ് ഓഫ് അസോസിയേറ്റഡ് ലിവിംഗ്. കൂട്ടായി ചേർന്ന് ജീവിക്കുന്നതാണ്. കോൺജോയിന്റ് കമ്മ്യൂണിക്കേറ്റഡ് എക്സ്പീരിയൻസ് ആണ്. ഒരുമിച്ചുള്ളൊരു ജീവിത സാഹചര്യവും അനുഭവമാണ്. ഇറ്റ് ഈസ് എസെൻഷ്യലി ആൻ ആറ്റിറ്റ്യൂഡ് ടു ദ റെസ്പെക്ട് ആൻഡ് റിവറൻസ് ടുവേർഡ്സ് ഫെല്ലോ മെൻ. നമുക്കത് കിട്ടുന്നുണ്ടോ? റെസ്പെക്ട് കിട്ടുന്നുണ്ടോ? നമുക്ക് ഹോണർ കിട്ടുന്നുണ്ടോ? സാറേ ഞാനല്ല മാല മൂട്ടിച്ചെന്ന് പറയുമ്പോൾ ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മൂത്രപ്പുരയിൽ വെള്ളമുണ്ട്, നീ പോയി എടുത്ത് കുടിച്ചോളാനാ പറയുന്നത്. റെസ്പെക്ട് കിട്ടുന്നുണ്ടോ? ഒരു വർഷം 1000 അട്രോസിറ്റി കേസ് ഉണ്ടല്ലോ. ആൻഡ് ഐ ഡോണ്ട് ഫീൽ വെരി ഹാപ്പി ആൻഡ് ഹോപ്പ്ഫുൾ വിത്ത് കോൺഗ്രസ് ഓൾസോ, ബിക്കോസ് ഗാന്ധി വാസ് നോട്ട് നൈസ് എ വെരി ഗുഡ് പേഴ്സൺ. ഗുജറാത്തിൽ ജാതി ഉണ്ടാക്കിയതെല്ലാം ഗാന്ധിയാണ്. ആ ജാതിയെ മോണോപ്ലൈസ് ചെയ്തതും BJP ആണ്. ആ BJP ഗുജറാത്ത് മോണോപ്ലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ കേന്ദ്രത്തിൽ ഭരണത്തിൽ വന്നത്. ആൻഡ് വെൻ വി ടോക്ക് അബൌട്ട് ദിസ് മാനിഫെസ്റ്റോ, ഐ വാസ് ജസ്റ്റ് തിങ്കിങ് അബൌട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ എന്താ പറഞ്ഞത്? ബാക്ക് ടു ബേസിക്സ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 17 അംബേദ്കർ ചുമ്മാ എഴുതി വെച്ചതല്ല. ആർട്ടിക്കിൾ 17 എന്താണെന്നറിയാം? തൊട്ടുകൂടായ്മ നിരോധിച്ചു. ആർട്ടിക്കിൾ 15 തൊട്ട് 16 ഇതെല്ലാം മൗലികാവകാശമാണ്. ആർട്ടിക്കിൾ 14 തൊട്ട് 21 വരെ മൗലികാവകാശം. അതിനകത്ത് ഈ 17, 15, 16 ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് കാസ്റ്റ് പ്രൊഹിബിറ്റ് ചെയ്തു. എനേബിൾഡ് റിസർവേഷൻസ് ഇൻ ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അധികാരപ്പെട്ടതാണ് നമുക്കിത്. ആരും ഓസിന് തരുന്നല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന മൗലിക അവകാശമാണ്. ആർട്ടിക്കിൾ 47 അത് DPSPക്കകത്ത് വരുന്നതാണ്. എഡ്യൂക്കേഷൻ ഇതിൽ എക്കണോമിക് ഇതും എംപവർമെന്റും റിസർവേഷനും അതും ഇതൊക്കെ. ഇത്രയും കൂടി പറഞ്ഞു നിർത്താം. മൈ ഡെഫിനിഷൻ ഓഫ് ഡെമോക്രസി എന്നുള്ളത് പുള്ളി എഴുതിയിരിക്കുന്നത്. മൈ ഡെഫിനിഷൻ ഓഫ് ഡെമോക്രസി ഈസ് എ ഫോം ആൻഡ് എ മെത്തേഡ് ഓഫ് ഗവൺമെന്റ് where a form and a method of government whereby revolutionary changes in the social life are brought without bloodshed. That is the real test. ജനാധിപത്യത്തിലൂടെ സോഷ്യൽ ഇക്വാലിറ്റി വേണം. സോഷ്യൽ ഇക്വാലിറ്റി ഒന്നും ഞാൻ കാണുന്നില്ല. നിങ്ങൾ ചുമ്മാ വെളിയിലോട്ട് ഇറങ്ങിയിട്ടേ ഹോം ഗാർഡായിട്ട് നിൽക്കുന്നവരൊന്ന് നോക്കിക്കേ. നമ്മളെപ്പോലുള്ളവരാ. ചോദിച്ചാൽ മതി, അവർ പറയും അവർ പട്ടികജാതിക്കാരാന്നുള്ളത്. ആശാവർക്കർമാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരുടെ സർവേ നടത്തിയപ്പോൾ 80% പേര് ആശാവർക്കർമാർ പട്ടികവർഗക്കാരായിരുന്നു. പട്ടികവർഗക്കാരെ എണ്ണത്തിൽ കുറവായതുകൊണ്ട് പട്ടികജാതിക്കാരായിരുന്നു കൂടുതൽ.
കുടുംബശ്രീക്കാർ നമ്മൾ വിളിക്കാറില്ല ഹരിത കർമ്മസേന എന്നൊക്കെ പറഞ്ഞ് ഇടതുപക്ഷ സർക്കാർ എല്ലാ കാര്യങ്ങളും റൊമാൻറ്റൈസ് ചെയ്യുന്ന പോലെ ഇത് റൊമാൻറ്റൈസ് ചെയ്ത് ഹരിത കർമ്മസേന എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക. അതുകൊണ്ട് വലിയ സംഭവമായിട്ട് ചുമ്മാ ഒരു കാര്യമില്ല. നമ്മുടെ വീട്ടിലെ കുപ്പ വെറുക്കാൻ വരുന്നത്, നമ്മുടെ ഭക്ഷണം കഴിച്ചതിന് ബാക്കിയെടുക്കാൻ വരുന്നവര്, നമ്മുടെ വീട്ടിലെ സ്നഗ്ഗി ഉണ്ടെങ്കിൽ എടുക്കാൻ വരുന്നവര്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നത്, അതിലാരെങ്കിലും നായന്മാരുണ്ടോ? അതിലാരെങ്കിലും ഈഴവരുണ്ടോ? ചുരുക്കമായിരിക്കും. എല്ലാവരും നിങ്ങൾ നാളെ തൊട്ട് ചുമ്മാ നിങ്ങളുടെ വീട്ടിൽ ഹരിത കർമ്മസേനക്കാരെ ഒന്ന് നോക്കിക്കുക, കുടുംബശ്രീക്കാരെ ഒന്ന് നോക്കിക്കുക. ടി വിയിൽ ഇടയ്ക്കൊക്കെ കാണിക്കുന്നില്ല കുടുംബശ്രീക്കാർ ഇവിടെ കൊട്ടി ഘോഷിക്കുന്നുണ്ടല്ലോ. 5 ലക്ഷം ആൾക്കാര്, 50 ലക്ഷം അവരുടെ മൊത്തം കണക്ക്. അതിൽ 5 ലക്ഷം പേര് ഹരിത കർമ്മസേന എന്നൊക്കെ പറഞ്ഞ് കൊട്ടി ഘോഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്നവർ, ആശാ വർക്കർ, ഇവര് നോക്കിക്കുക. ഇവരെല്ലാം പട്ടികവർഗക്കാരാ, പട്ടികജാതിക്കാരാ. നമ്മളെ കുപ്പപ്പെറുക്കികളായി വെച്ചിരിക്കുക. എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മറ്റേ പ്രഷർ കുക്കറിന്റെ മറ്റേ മേളത്തെ അടപ്പ് ഇങ്ങനെ ലീക്ക് ഇളക്കുന്ന പോലെ നമ്മളെടുക്കെ പറയും രാമന്റെ നീതികേടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്ത് നമ്മൾ അതിന്റെ ലീക്ക് ഇങ്ങനെ ശബ്ദം കേൾക്കും. ആ ലീക്കിൽ നമ്മൾ സന്തോഷമായി ഇങ്ങനെ വന്നിരിക്കും. നമുക്ക് വേണ്ടത് നമ്മുടെ ചുറ്റുപാടും ഒരു ദിവസം 3 പേര് അട്രോസിറ്റി കേസ് എടുക്കാത്ത പോലീസ് നിർബന്ധം കൊണ്ട് കേസ് എടുക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. നമുക്ക് കിട്ടാണ്ടുണ്ടായിരുന്ന 22,000 കോടിയിൽ 6,000 കോടി ചെലവഴിച്ചിട്ടില്ല, അൺസ്പെൻഡ് ആയിട്ട് ലാപ്സ് ആയി പോയെന്നുള്ളത് അറിയണം. നമുക്ക് 23,000 SC കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പഠിക്കാൻ കിട്ടിയിട്ടില്ല. പഠിക്കാൻ വേണം. അംബേദ്കർ എഡ്യൂക്കേറ്റ് ഓർഗനൈസ് അജിറ്റേറ്റ് എന്ന് പറയുമ്പോൾ പഠിക്കാൻ പറ്റിയില്ല നമ്മുടെ കുട്ടിക്ക്. എനിക്കറിയാവുന്ന കുട്ടികൾ PhD സമയത്ത് സ്കോളർഷിപ്പ് കിട്ടാത്തതുകൊണ്ട് മെസ്സിൽ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് ഈ 10-20,000 രൂപ അവർക്ക് കിട്ടാനുണ്ടായിരുന്നു സ്റ്റൈഫൻഡ്. അത് കിട്ടാത്തതുകൊണ്ട് അതുങ്ങൾ ഇട്ടിട്ട് പോയിട്ട് റബ്ബർ വെട്ടാൻ പോയി. ഞാനാണ് ഏഷ്യാനെറ്റിൽ പറഞ്ഞിട്ട് ആ സ്റ്റോറി ചെയ്യിപ്പിച്ചത്. അന്ന് അതിൽ ആ പയ്യൻ വളരെ ഡിസപ്പോയിന്റഡ് ആയിട്ടാണ് സംസാരിച്ചത്. അപ്പൊ അവർ ഡിസപ്പോയിന്റഡ് ആയി കഴിയുമ്പോൾ അവർ പറയുന്നത് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല സാറേ പറയും. PhD എടുക്കാൻ പോയിട്ട് സർക്കാർ സഹായിക്കുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ അതേസമയം ആ കൊച്ചു PhD എടുത്തു കഴിഞ്ഞാൽ ആ കൊച്ചു നല്ലപോലെ പഠിക്കത്തില്ല. അവനൊരു ഫാമിലി ആകുമ്പോൾ അവൻ ആ ഒരു സപ്പോർട്ട് ഉണ്ടാവത്തില്ലേ. ഇനിയിപ്പോ PhD എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ എല്ലാം നിയമനം എല്ലാം കൃത്യമായിട്ട് സർക്കാർ തരുമെന്നൊന്നും വിചാരിക്കണ്ട. നമ്മുടെ സ്ട്രഗിൾ വലുതാ. IIT-യിലും IIM-ലും എയിംസിലും ഒക്കെ നമ്മുടെ കുട്ടികൾ കഠിനാധ്വാനം ചെയ്ത് പഠിക്കാൻ പോയിട്ട് അവിടെ ഡ്രോപ്പ് ഔട്ട് ഉണ്ടാവുന്നുണ്ട്, ആത്മഹത്യ ഉണ്ടാവുന്നുണ്ട്, അവിടെ സ്റ്റൈഫൻഡ് കിട്ടുന്നത്, ഇതൊക്കെ ശരിയാ. പക്ഷേ നിങ്ങൾ വേറെ കാര്യം മറന്നു പോരുത്. 28-ല് ഈ പറയുന്ന AI-യും ഗൂഗിളും ഇന്റർനെറ്റും ഒക്കെ ഇല്ലാതിരുന്ന സമയത്ത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്ത്യൻ രൂപയും ലോക വിപണിയും എന്നുള്ള വിഷയത്തിൽ എക്കണോമിക്സിൽ ഇന്ത്യയിലെ ആദ്യത്തെ PhD എടുത്ത മനുഷ്യൻ ഡോക്ടർ BR അംബേദ്കർ മഹർ ജാതിയായി, പട്ടികജാതിക്കാരനാണ്. അന്നത്തെ സ്ട്രഗിൾ ഇന്നത്തെ സ്ട്രഗിളിനേക്കാളും ഭയങ്കര ഭീകരമായിരുന്നു. അത് പിന്നെ പോട്ടെ. 54-ല് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ PhD അവിടെ ഡീലിറ്റ് എന്ന് അത് പറഞ്ഞു എടുക്കാൻ പോയ ഉഴൂരുകാരനായ പറയനായ KR നാരായണൻ പഠിക്കാൻ പോയപ്പോൾ 54,000 രൂപ അന്നത്തെ ഇന്ത്യൻ റുപ്പീസിൽ ടാറ്റയാണ് സ്കോളർഷിപ്പ് ഫണ്ട് ചെയ്തത്. അപ്പൊ സ്കില്ലുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ അധ്വാനം ഉണ്ടെന്നുണ്ടെങ്കിൽ, യു വിൽ ഗെറ്റ് സപ്പോർട്ടഡ്. സോ ബേസിക്കലി ബാക്ക് ടു ദ ബേസിക്സ്, വാട്ട് ഐ ഹാവ് ടു സേ ഇസ് ദാറ്റ് നമ്മുടെ വീട്ടിൽ നമ്മുടെ പിള്ളേരോട് പഠിക്കാൻ പറയാ. നമ്മുടെ വണ്ടി 0-ൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പർ കാസ്റ്റിന്റെ വണ്ടി 80-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 100 കടന്നു പോകും. നമ്മൾ 0-ൽ നിന്നായിരിക്കും നമ്മൾ റേസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഒരു സമയത്ത് 50-60 എത്തും. അത് എത്തുന്നത് തന്നെ നമുക്ക് വലിയ കാര്യം. ഇന്നത്തെ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ BJP, കേരളത്തിലെ പിണറായി സർക്കാരൊക്കെ ഉള്ളിടത്ത് ഇറ്റ്സ് എ ബിഗ് സ്ട്രഗിൾ. ബട്ട് ഡോണ്ട് ഗിവ് അപ്പ് ഹോപ്പ്. വി ഷുഡ് ഹാവ് ടു ഫൈറ്റ്. ബട്ട് ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് ലൈക്ക് കഴകം കൊട്ടാൻ അവസരം തന്നില്ല, ചീഫ് സെക്രട്ടറിയെ കറമ്പിന്ന് വിളിച്ചു. അവർക്ക് 30 കൊല്ലത്തെ സർവീസ് ഉണ്ട്. ഷീ എൻജോയ്ഡ് ഓൾ ദ ബീക്കൺ ലൈറ്റ് കാർ എൻജോയ് ചെയ്തിട്ടുണ്ട്. സോ യു ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് വിത്ത് ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. പിള്ളേരെ പഠിപ്പിക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യിക്കുക പിള്ളേരെ. മുരളിയെ പോലെയുള്ളവർ വന്നിട്ട് മാനിഫെസ്റ്റോ അതെന്ന് പറയുമ്പോൾ ലെറ്റ്സ് സപ്പോർട്ട് ഹിം ഓൾസോ. ലെറ്റ്സ് ബി ടുഗദർ ആൻഡ് ലെറ്റ്സ് ഫൈറ്റ് ഫോർ അവർ റൈറ്റ്സ്. വൺ ഡേ വി വിൽ സീ ദ സൺ റൈസിങ് ഓൺ ദ അതർ സൈഡ്. അങ്ങനെ അപ്പുറത്ത് വെളിച്ചമില്ലെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഐ ഓൾസോ കം ഫ്രം എ കോളനി ആൻഡ് ഐ സീറ്റ് ഇൻ UN. ഐ ക്യാൻ ടോക്ക് ഇൻ ഇംഗ്ലീഷ്. ഐ ഹാവ് റിട്ടൺ 2-3 ബുക്സ്. എൻ്റെ 4ാമത്തെ ബുക്ക് സ്പീക്കിംഗ് ടൈഗർ കഴിഞ്ഞ ആഴ്ച ഇറക്കി. അത് അടുത്ത ആഴ്ച മാർക്കറ്റിൽ വരും. 5ാമത്തെ ബുക്ക് അംബേദ്കർ മനോരമ ഇറക്കും. കീപ് ഓൺ ഹാർഡ് വർക്കിംഗ്. നമ്മുടെ പിള്ളേരെ പഠിക്കാൻ പറയാം. ഡോണ്ട് ലെറ്റ് ഹിം. ബേസിക്കലി വൈ ഐ സേ ഇസ് ദാറ്റ് നമ്മുടെ പിള്ളേരെ രക്തസാക്ഷിയാകുന്നു. എല്ലാ പാർട്ടിക്കാർക്കും ചത്തുപോയ എല്ലാവരുടെയും കണക്കെടുത്ത് വെച്ച് നോക്കിയാൽ മതി. യങ്സ്റ്റേഴ്സ് നമ്മുടെ പിള്ളേരാ. അവർ വിളിക്കുന്ന വേറെ പേരുണ്ട്, ഞാൻ പറയട്ടെ എന്നാന്നുള്ളത്. മൈദ സഖാക്കൾ. സഖാവ് എന്ന് പറഞ്ഞ് കൂടത്തിൽ പോയി ഇരുന്നാൽ മതി. അവർ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ വിളിക്കുന്ന മൈദ സഖാവാണ്. എന്നെ വിളിച്ചിട്ടുണ്ട്. കാരണം ഈ മൈദ സഖാവ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ?
പോസ്റ്റർ ഒട്ടിക്കാൻ മൈദ വേണം, പശ, പശയ്ക്ക് വേണ്ടിയിട്ട് മൈദ വേണം. ഇന്നലെ മറ്റേ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇടുന്നു. സോ മൈ ഡേയ്സ് 90s മൈദ ബക്കറ്റിൽ കലക്കിയിട്ട് നമ്മളെ ഒട്ടിക്കാൻ പോകുന്നു. ബിക്കോസ് വി ബിലോങ് ടു കോളനി. അപ്പൊ നമ്മുടെ ജോലി ഇതൊക്കെ ഒട്ടിക്കുക എന്നുള്ളത് രാത്രിയിൽ. അപ്പൊ നമ്മളെ വിളിക്കുന്ന മൈദ സഖാവെന്ന, നമ്മളാണ് രക്തസാക്ഷിയാകുന്നത്. അതിന്റെ പേരിൽ അവർ വണ്ടും പിരിവ് നടത്തും, അതും വെട്ടിച്ചോണ്ട് പോകും, എവരിത്തിങ്. ഇവർ എന്നിട്ട് ഇവിടെ വഞ്ചൂര് നടന്നതും ഹി വാസ് എ ദളിതെന്നാണ് ഞാൻ കേട്ടത്, വഞ്ചൂര് നടന്ന കൊലപാതകം. സോ ബാക്ക് ടു ബേസിക്സ്, ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്, don't run after other things. Be focused, educate, agitate, organize. Try to read Ambedkar again and again and again. It's not like he is a saint or anything. I don't believe in any saintism കൊടുക്കുന്നില്ലെന്നും പുണ്യാളനാക്കുന്നില്ലെന്നും കഥയൊന്നുമില്ല. He had his own flaws. അതൊക്കെ ഉണ്ടായിരുന്നു. ബുദ്ധിസത്തിൽ ജാതിയുണ്ട്, ബട്ട് ഹി കൺവേർട്ടഡ് ഗോഡ് ടു ബുദ്ധിസം. അവിടെ എനിക്ക് വിയോജിപ്പുകളാവാം, ബട്ട് ഹി ഹാഡ് സൊല്യൂഷൻസ്. അന്നത്തെ കാലത്ത് ഹി വാസ് വെരി ഇന്റലക്ച്വൽ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയത് പുള്ളിയാണ്. ഒരു ദളിതനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയത്. സോ ഡോണ്ട് ഫർഗെറ്റ് ദോസ് തിങ്സ്. നമുക്ക് കാപ്പബിലിറ്റി ഉണ്ട്, സ്കില്ലുണ്ട്, വി ക്യാൻ പ്രോഗ്രസ് ഫർദർ. 0 വണ്ടി തുടങ്ങും, ബട്ട് വി വിൽ സ്റ്റോപ്പ് നിയർ 80. അത് തന്നെ നല്ലതാണ്. ഞാൻ എപ്പോഴും വളരെ ഹൈ ഫിഗറായിട്ട് കാണുന്ന 2-3 പേരാണ്, അംബേദ്കറും അബ്ദുൽ കലാമും ഒക്കെ. പഠിത്തത്തിൻ്റെ കാര്യത്തിൽ പിള്ളേരുടെ പറയാം അത് ഈ അംബേദ്കർ അബ്ദുൽ കലാമിനെ കാണാം. സോ അംബേദ്കർ അന്നത്തെ കാലത്ത്, അബ്ദുൽ കലാം ഇന്നത്തെ കാലത്ത്. റിട്ടയർഡ് ആസ് എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഡിഗ്നിറ്റി ഉള്ളൊരു മനുഷ്യനായിട്ട് അയാൾ റിട്ടയർഡ് ആയത്. സോ നമ്മൾ റോക്കറ്റ് ഇടാനുള്ളവരാണ്, അതായത് മാർക്കെങ്കിലും വേണ്ടി കഴകം പാടാനും കൊട്ടിപ്പാടാനും അടുക്കള കഴുകാനും പോകാനുള്ളവരല്ല. സോ ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നുള്ളതാണ് അംബേദ്കർ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് എ ലോട്ട്.